ഉന്നതൻ എന്നേശുനായകൻ, എന്നെ പിരിയാത്ത നല്ലൊരിടയൻ. ആരിലും ഉന്നതൻ എന്നേശുനായകൻ, എന്നെ പിരിയാത്ത നല്ലൊരിടയൻ. കണ്ണീരിൻ വേളയിൽ ഘോരമാ താഴ്വരയിൽ, കണ്ണീരിൻ വേളയിൽ ഘോരമാ താഴ്വരയിൽ, എന്നെ പിരിയാത്ത നല്ലൊരിടയൻ. ഓ ആരിലും ഉന്നതൻ എന്നേശുനായകൻ, എന്നെ പിരിയാത്ത നല്ലൊരിടയൻ. ആരിലും ഉന്നതൻ എന്നേശുനായകൻ, എന്നെ പിരിയാത്ത നല്ലൊരിടയൻ. നിരന്തരമെൻ കണ്ണുനീർ തൂകിയാലും, എൻ സോദരർ എന്നെ തള്ളിയാലും, നിരന്തരമെൻ കണ്ണുനീർ തൂകിയാലും, എൻ സോദരർ എന്നെ തള്ളിയാലും, അബ്രഹാമിൻ ദൈവമെന്നും കൂടെയുണ്ട്. നന്മയാൽ വായിക്കവൻ തൃപ്തിയെ തന്നു, നന്മയാൽ വായിക്കവൻ തൃപ്തിയെ തന്നു. നവ്യമാകുന്നു നിൻ യൗവനമിന്ന്, നവ്യമാകുന്നു നിൻ യൗവനമിന്ന്. വാഴ്ത്തുക നീ മനമേ, പരനെ വാഴ്ത്തുക നീ മനമേ. കർത്താവിന് മഹത്വം. ദൈവം എത്രയോ നല്ലവനാണ്. ഒരു പിതാവ് സ്വർഗത്തിലുള്ളത് ദൈവജനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ഈ ലോകത്തിലെ ദോഷികളായ പിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗത്തിലെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര നന്മ ലഭിക്കുമെന്ന് പറയുന്നു. ദൈവം ഈ ഭവനത്തെ അനുഗ്രഹിച്ചു. ദൈവത്തെ പിൻപറ്റിയതുകൊണ്ട് ധാരാളമായി ദൈവത്തെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അവരുടെ പ്രത്യേക വിവാഹത്തിൻ്റെ സമയത്ത് അതിൻ്റെ സമയത്തെല്ലാം മനോഹരമായിട്ടുള്ള വേദിയിലേക്ക് ദൈവത്തെ വരുവാൻ ദൈവം ഇടയാക്കിയതോർക്കും എല്ലാ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, സിയോനിൽ സ്തുതി നന്ദിയുള്ളൂ, നിനക്ക് തന്നെ നേർച്ച കഴിഞ്ഞു. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവർ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരും. എൻ്റെ അകത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കും. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാണ്. ഭൂമിയുടെ എല്ലാ അറുതികളും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവം, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നു. അവൻ ബലം അരക്കി കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂസീമവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒഴുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിൻ്റെ ഒഴിവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിൻ്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻ കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു.
കർത്താവെ അവിടുത്തെ തിരുകൃപ മുഖാന്തരം ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഇപ്രകാരം ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇവിടെ നൽകിയത് ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുവിധപ്രകാരം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തത് മുഖാന്തരം ഇന്ന് പ്രിയ മകളുടെ വിവാഹ നിശ്ചയത്തിൻ്റെ ഈ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടുവാനും കർത്താവെ അങ്ങയോട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും സന്തോഷിക്കാനും തന്ന വലിയ കൃപയ്ക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ തരികയാണ്. വിശേഷ കർത്താവെ ഈ ഭവനത്തിലുള്ള മക്കളെയും ഇവർ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ചാർച്ചക്കാരെയും എല്ലാം അവിടുത്തെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കും. അതുപോലെ കർത്താവെ വിവാഹ നിശ്ചയത്തിനായിട്ട് കടന്നു വരേണ്ട മക്കളുണ്ട്, അവരും തക്ക സമയത്ത് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങ് ഇട ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ആ രാജകുമാരിൽ നിന്ന് കടന്നു വരുന്ന മക്കൾക്കായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവർ യാത്രയിൽ ആയിരിക്കുന്നു, അവരോട് കൂടിയിരിക്കണമേ, സഹായിക്കണമേ. അവരും തക്ക സമയത്ത് തന്നെ ക്ഷേമത്തോടുകൂടെ കർത്താവെ ആ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം അങ്ങനെ കൃപ ചെയ്യണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥന. അവിടെ നടക്കേണ്ടുന്ന വിവാഹ നിശ്ചയം എല്ലാം അങ്ങ് മംഗളകരമായിട്ട് നടക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇട ചെയ്യണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മഹാമാരി ഉള്ള ഈ കാലഘട്ടത്തിൽ അവിടുത്തെ തിരുകൃപയിൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് കാത്തു പരിപാലിച്ച് കൂടിയിരുന്ന് സഹായിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവിടുത്തെ തിരുസാനി ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കൃപ ചെയ്ത് ഓർത്തുകൊണ്ട് എല്ലാം അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് യേശു ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിച്ച് ഉത്തരമായിട്ടുള്ള മാറാണെന്ന്. അബ്രഹാമിൻ ദൈവമെന്നും കൂടെയുണ്ട്, ഇസഹാക്കിൻ ദൈവമെന്നും കൂടെയുണ്ട്. ആരിലും ഉന്നതൻ എന്നേശുനായകൻ, എന്നെ പിരിയാത്ത നല്ലൊരിടയൻ. ആരിലും ഉന്നതൻ എന്നേശുനായകൻ, എന്നെ പിരിയാത്ത നല്ലൊരിടയൻ. ഉயிருള്ള നാൾ വരെയും ശ്വാസം നിലയ്ക്കും വരെയും ഉച്ചത്തിൽ ഞാൻ പാടുമേ, ഉയിർ തന്ന യേശുവേ. വാനവും ഭൂമിയും ചമച്ചവനേ, മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശു
ചെയ്യും യേശുവിന് യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. നന്ദിയുടെ സ്തോത്രം കർത്താവ് ഈ നല്ല തൽക്കാലത്തിൽ കർത്താടികൾക്ക് വീണ്ടും കർത്താങ്ങളുടെ സിനിലേക്ക് കടന്നു വരുവാൻ തക്കണം ഒരു ദിവസം കൂടി കർത്താങ്ങളുടെ ദിവസ്ഥാനത്തെ വിശേഷിപ്പാൻ തക്കണം സാഹസ് നൽകിയവർ സ്തോത്രം ഇടയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം പ്രിയ ഗ്രേസിൻ്റെയും ജോസാറിൻ്റെയും വിവാഹ നിശ്ചയത്തോളത്തിൽ ഇത്രയും പേർക്ക് കർത്താടികൾക്ക് ഹാളിലേക്ക് കടന്നു വരുവാൻ തക്കണം അടിയിലെ കർത്താങ് സഹായിച്ചവർ സ്തോത്രം എത്രത്തോളം കർത്താടികളെ സഹായിക്കുകയും കൂട്ടിയിരുത്തിയ എല്ലാ മക്കളെ പ്രാർത്ഥിക്കുന്നു കർത്താങ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിയാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രിയ ബിജു ആലടി എന്ന സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രിയാൻ ചെയ്യുന്ന വചന ശുശ്രൂഷകളിൽ പ്രിയാനെ കർത്താവ് സഹായിക്കുകയും ശക്തീകരിക്കുകയും ആത്മനിറവും ശക്തിയും ഏകാഗ്രതയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുകയും വചനം വായിലും ഹൃദയത്തിലും നൽകി കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന മറ്റുള്ള എല്ലാ ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗാനം ആലപിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ ഗാനം ആലപിക്കുവാൻ നാക്കുള്ള കൃപ കർത്താങ്ങ് കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു വീഡിയോ എടുക്കുന്നവരെയും ഫോട്ടോ എടുക്കുന്നവരെയൊക്കെയും വ്യക്തിയാലോർത്ത് പ്രാർത്ഥിക്കുന്നവരെയും സഹായിക്കുകയും നല്ല രീതിയിൽ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ നാക്കുള്ള കർത്താങ്ങളുടെ ആക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കും മറ്റുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്ന ഞങ്ങളുടെ സന്നിധിയിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നു അവരെയും കർത്താങ് സഹായിക്കാൻ നിറവിലും ശക്തിയിലും ശുശ്രൂഷകൾ ചെയ്യാൻ നാക്കുള്ള കർത്താങ്ങളുടെ ആക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കും ജനത്തിലടിയിൽ വായിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ രണ്ടാമതോർ കൂടി വരുന്നിടത്തൊക്കെയും എൻ്റെ മധ്യ ഞാനുണ്ടെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നവർ സ്തോത്രം ആത്മാവിൻ്റെ ശക്തിയാൽ അടിയുള്ള മധ്യ കർത്താങ് വാസം ചെയ്യുന്ന ദൈവമായിരിക്കുന്ന സ്തോത്രം രാജകുമാരി സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ സാർമാരെയും ചിലവർ പ്രാർത്ഥിക്കുന്നു ജിജോ സാറിനെയും കുടുംബത്തെയും പ്രിയോൻ്റെ ബന്ധുക്കളെയും ചർച്ചക്കാരെയും ഒക്കെ പ്രാർത്ഥിക്കുന്നു കർത്താങ് സഹായിക്കുകയും ധാരാളമായും ദൂരം യാത്ര ചെയ്ത് കർത്തായി ദേശത്തേക്ക് തത്സമയത്ത് ചേരുവാൻ തക്കണം പ്രിയാക്കളെ കർത്താവ് സഹായിച്ച് യാത്രയിൽ പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് ചെയ്യുന്ന വിശ്വസ്ഥാനം ശുശ്രൂഷകളൊക്കെ നൽകി ചെയ്യാനുള്ള കൃപ കർത്താവ് നൽകി കർത്താവ് സഹായിക്കുകയും ചെയ്യുകയും ആദ്യോടൊന്ന് കർത്താവ് കൂടെ ഇരിക്കുകയും കാര്യങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കുകയും അവയുടെ നാം മാത്രപ്പെടുവാൻ തക്കണം കർത്താവിടെ ആക്കുകയും തന്ന എല്ലാ നിലങ്ങൾക്കായി സ്തോത്രം പ്രാർത്ഥനകൾക്കായി സ്തോത്രം എല്ലാ കടന്നുവന്ന് യാത്രാക്ഷേമം സൗഖ്യത്തോടെ സമാധാനത്തോടെ കടന്നുവന്ന് അംഗീകരിക്കാൻ ഓർത്തിപ്പെട്ടുവാൻ സഹായിച്ച കഥകളായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അതേറ്റവും അനുഗ്രഹമായി തീരുമാനപ്പെടും സഹായത്തോടെ പ്രാർത്ഥിക്കുക ധാരാളം കാര്യങ്ങൾ പ്രാർത്ഥിക്കപ്പെടുന്നു അവിടെ ജീവിതത്തിലും ജീവിതം ആദ്യോടന്തം ധാരാളം പ്രാർത്ഥിക്കുന്നു ഈ വിവാഹ നിശ്ചയവും തുടർന്നുള്ള വിവാഹമൊക്കെ ഇരു സഭകൾക്കും ഇരു കുടുംബങ്ങൾക്കും ദേശങ്ങൾക്കൊക്കെ ഏറ്റവും അനുഗ്രഹമായി തിരുവാന്തക്കണം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ സഹോദരി മറ്റ് ശിശുക്കളെല്ലാം തിരുവാന്തക്കണം സഹായിക്കാൻ സാഹിത്യം പ്രാർത്ഥിക്കുന്നു പ്രയാസങ്ങളൊക്കെ ഉണ്ട് പോയി ഈ സാഹചര്യങ്ങളും സഹായത്തിനായിട്ട് ശിശുവിടെ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സഹായത്തെ തൽക്കാലം ദൈവങ്ങളെ ക്ഷണിച്ച് ഇതിനെ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ സ്വാഗതം അതുപോലെയാണ്. വിദ്യാലയത്തിൽ നമ്മൾ കൂടി വന്നിരിക്കുന്നത് എൻ്റെ മകൾ ഇവിടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിലാണ്. ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രാജകുമാരിയുടെ
സഭയിൽ നിന്നും അതുപോലെ തന്നെ ഭവനങ്ങളിൽ നിന്നും ഉത്തരവാദികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗതം ആദ്യമായി പറയുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ മകളെക്കുറിച്ച് മകൾ ജനിച്ച നാൾ മുതൽ ഞങ്ങൾ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും അവരെ ആ നിലയിൽ വളർത്തുവാനും ഒക്കെയും വലിയവനായ ദൈവം ഞങ്ങൾക്ക് കൃപകൾ തന്നു. പലപ്പോഴും ദൈവസന്നിധിയിൽ പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തോട് പ്രാർത്ഥിപ്പാനും ദൈവത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഇത്രത്തോളം ദൈവം അടിയങ്ങളെ സഹായിച്ചു. പ്രിയ മകൾക്ക് വിവാഹത്തിൻ്റെ പ്രായമായപ്പോൾ ഞങ്ങൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവം തക്ക സമയത്ത് ഇങ്ങനെ ഒരു മുഖാന്തരങ്ങൾ ഒരുക്കി എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരെ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവമക്കളായി തീരുവാനുള്ള ഭാഗ്യം ദൈവം അവർക്ക് കൊടുത്തതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അടിയങ്ങൾക്ക് അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ഇത്രത്തോളം നിലനിൽപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം അടിയങ്ങളോട് കാണിച്ച എല്ലാ കരുണയ്ക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ജിജോൻ്റെ ആലോചന കടന്നു വന്നപ്പോൾ അടിയങ്ങളുടെ ഭവനത്തിൽ നിന്നും ജിജോ അടിയങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ വീണ്ടും ആ ഭവനത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനും ഞങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊക്കെയും ഇടയായിത്തീർന്നു. അതിനോടുള്ള ബന്ധത്തിലാണ് ഇന്ന് ഒരു തീയതി നിശ്ചയിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ അവിടുത്തെ ആ ദേശത്ത് വെച്ച് തന്നെ ഈ വിവാഹം നടക്കണമെന്ന് അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് അടിയങ്ങൾ പ്രാർത്ഥിച്ച് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറയുന്നു. തുടർന്നും ഈ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും കാരണമായിട്ട് സഹായിക്കട്ടെ. ആ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനും വലിയവനായി ദൈവം സഹായിച്ചു. ദൈവഹിതം ആയാൽ ദൈവത്തിൻ്റെ വരവ് താമസിച്ചാൽ ഈ മാസം തന്നെ 12-ാം തീയതി ശനിയാഴ്ച രാജകുമാരിയിലുള്ള സെൻറ്റ് പോൾ ചർച്ചിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാജകുമാരിലെ ബ്രദർ സഭയുടെ ആഭിമുഖ്യത്തിൽ ഈ ശുശ്രൂഷകൾ നടത്തുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സഭ ഓർപ്പിച്ചൊന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജോയ് സോഹനും അതുപോലെ തന്നെ ജിജോയുടെ പപ്പയുടെ ജ്യേഷ്ഠൻ പൗലോസ് സോഹനും അറിയിച്ചത് ഇന്ന് ഇവിടെ വിവാഹം നിശ്ചയിച്ച് 12-ാം തീയതി രാജകുമാരി സഭയുടെ ചുമതലയിൽ സെൻറ്റ് ജോൺസ് പാരിഷ് ഹാളിൽ വെച്ച് വിവാഹം നടത്തണം എന്നാണ് അവരുടെ ആഗ്രഹം. ആ ആഗ്രഹം ധാരണ നമ്മളോട് അറിയിച്ചു, സദസ്സിലുള്ള നമ്മളോട് അറിയിച്ചിരിക്കുകയാണ്. ഇനി നമ്മളാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇരു സഭകളുടെ പ്രതിനിധികളുണ്ട് ഇവിടെ, ഇരു കുടുംബക്കാരുടെയും പ്രതിനിധികൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പ്രിയപ്പെട്ടവർ അറിയിച്ചതുപോലെ ഇന്ന് വിവാഹം നിശ്ചയിച്ച് ഡിസംബർ 12-ാം തീയതി ശനിയാഴ്ച അവരുടെ വിവാഹം നടത്തി കൊടുക്കാം. അല്ലേ? സദസ്സ് അതിനെ സമ്മതിക്കുകയാണെങ്കിൽ ഒന്ന് കൈയടിച്ച് സമ്മതിക്കുകയാണെങ്കിൽ സന്തോഷം. ദൈവം മക്കളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ മക്കളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ജിജോയും ഗ്രേസും ഒപ്പിടണം. ഇരുഭാഗത്തു നിന്നുള്ള പിതാക്കന്മാർ ഇതിനകത്ത് ഒപ്പിടണം. 2 സാക്ഷികൾ വീതം ഒപ്പിടണം. പ്രിയ സഹോദരന്മാർ ആരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടന്നു വരിക. ആ സമയത്ത് ജോർജ് സൗരൻ നമുക്കൊരു പാട്ട് പാടുന്നതായിരിക്കും. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ താലൂക്കിൽ എടവിലങ്ങ് വില്ലേജിൽ കാരാദേശത്ത് താമസിക്കുന്ന നെടുമ്പുള്ളി വീട്ടിൽ എൻ.എ. ജോയുടെയും ശ്രീമതി ജോളി ജോയുടെയും മകളും കാര ബ്രദറൻ സഭാംഗവുമായ ഗ്രേസ് ജോയും ഇടുക്കി ജില്ലയിൽ
ഉടുമ്പൻചോല താലൂക്കിൽ രാജകുമാരി വില്ലേജിൽ രാജകുമാരി ദേശത്ത് താമസിക്കുന്ന പുളിക്കൽ വീട്ടിൽ PV ജോർജിൻ്റെയും ശ്രീമതി ലില്ലി ജോർജിൻ്റെയും മകനും രാജകുമാരി ബ്രദറൻ സഭാംഗവുമായ ജിജോ P ജോർജും ഇവർ തമ്മിലുള്ള വിവാഹം ദേവഹിതമായ 2020 ഡിസംബർ 12-ാം തീയതി പകൽ 10 മണിക്ക് വരൻ്റെ രാജകുമാരി ബ്രദറൻ സഭയുടെ ചുമതലയിൽ സെൻറ്റ് ജോൺസ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തി. വരൻ്റെ ഗൃഹത്തിൽ പ്രവേശിക്കുന്നതിന് 2020 ഡിസംബർ 7-ാം മാസം ഇന്നത്തെ ദിവസം വധുഗൃഹത്തിൽ വെച്ച് ഇരു സഭകളിലെയും ഇരു കുടുംബങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ബന്ധുമിത്രാദികളും ചേർന്ന് ആലോചിച്ച് കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ ജിജോയും ഗ്രേസും അതുപോലെ ഇരുഭാഗത്തു നിന്നുള്ള പിതാക്കന്മാരും സഭയിലെ പ്രതിനിധികളും ബന്ധുമിത്രാദികളും ഒപ്പിട്ടിരിക്കുന്നു. ദൈവം കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കാണിച്ച മഹാകരുണയ്ക്കായിട്ട് ഞങ്ങളൊരു പ്രാവശ്യം കൂടെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഞങ്ങളെ അവിടുന്ന് വീണ്ടെടുത്തു, അവിടുത്തെ മക്കളാക്കി തീർത്തു. ആ പ്രാഗൽഭ്യത്തോടുകൂടി ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തന്ന വലിയ കൃപയെ ഓർത്ത് സ്തോത്രം. ദൈവമേ, ഞങ്ങൾ അനേക നാളുകൾ പ്രിയ ഗ്രേസിൻ്റെ വിവാഹത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി. ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് അനേക വിശുദ്ധന്മാരെ പ്രാർത്ഥിച്ചു. തക്ക സമയത്ത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വലിയ വാഗ്ദത്തം ഞങ്ങൾക്ക് അവിടുന്ന് നിറവേറ്റി തന്നതിനായിട്ട് സ്തോത്രം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നുള്ള വലിയ വാഗ്ദത്തം പ്രിയ മക്കളോട് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. തക്ക സമയത്ത് എല്ലാം ചന്തോചിതമായി ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവെ, തക്കതായ ഒരു തുണയെ ഒരുക്കുവാൻ വലിയവനായ കർത്താവിനോടുന്ന് പ്രസാദം തോന്നിയതിനായിട്ട് സ്തോത്രം. ദൈവമേ, അവിടുന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇന്ന് കർത്താവെ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഇന്ന് ആ വിവാഹ നിശ്ചയത്തിൻ്റെ ഉടമ്പടി കർത്താവിൽ ആശ്രയിച്ച് ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. സ്വർഗത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ടെന്ന് പറഞ്ഞ സ്വർഗസ്ഥനാഥ, ഇന്ന് ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് ആ ഉടമ്പടി കൈമാറുവാനുള്ള കർത്താവെ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ദൈവമേ, അവരെ കർത്താവെ 12-ാം തീയതി നടക്കേണ്ടതായ വിവാഹ ശുശ്രൂഷയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏറ്റവും അനുഗ്രഹമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഈ ഭൂമിയിൽ ഒരു ക്രിസ്തീയ കുടുംബജീവിതം ഉളവാക്കുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സാക്ഷ്യമുള്ള ഒരു കുടുംബജീവിതമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണം. കർത്താവെ, ഇരുമക്കളെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇരുവരും ഇരുഭവനങ്ങളിലേക്കും കയറി ചെല്ലുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തുടർന്നുള്ള ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രിയ കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. കർത്താവെ, വചനം അവിടുന്ന് വായിക്കുമ്പോൾ തന്റെ നാവിനോട് കൂടിയിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവെ വചനം വായിക്കുമ്പോൾ അത് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് വിവാഹം കഴിഞ്ഞവർക്കും കഴിയാനുള്ളവർക്കും കഴിക്കുവാൻ പോകുന്നവർക്കും അത് കർത്താവെ മാതൃകയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നല്ല ആലോചനകളെ അവിടെ നൽകുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജകുമാരിൽ നിന്ന് കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ബന്ധുമിത്രാദികൾക്കായിട്ട് സ്തോത്രം. വേദിയിലിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കായിട്ട് സ്തോത്രം. ഹാൻഡിൽ ചെയ്യുന്ന ഞങ്ങളുടെ ബൈബിളായിട്ട് സ്തോത്രം. കർത്താവെ, പാട്ട് പാടുന്ന സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രം. എല്ലാം നന്മകളാൽ നിറച്ചതിനായിട്ട് സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ, ഇരു കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, സഹായിക്കണം. കർത്താവ് കണ്ടുകൊണ്ടിരിക്കാൻ സ്തോത്രം. എല്ലാം നന്മകളാൽ നിറച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജനർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ദൈവജനത്തിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു സത്യമുണ്ട്. ആ സത്യത്തിൻ്റെ ഒരു നിഴലാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് എന്താണെന്നുള്ളത് പ്രിയ ബിജു ആലടി സഹോദരൻ ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരും. അതിനായിട്ട് പ്രിയ സഹോദരനെ ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിവാഹ നിശ്ചയത്തിലൂടെ 12-ാം തീയതി വിവാഹിതരാകുവാൻ വളരെ പ്രാർത്ഥനയോടും സന്തോഷത്തോടും കൂടെ ഒരുങ്ങിയിരിക്കുന്ന പ്രിയ സഹോദരൻ ജിജോയും
പ്രിയ സഹോദരി ഗ്രേസ്, അവരുടെ മാതാപിതാക്കൾ, അവർ പ്രതിദാനം ചെയ്യുന്ന ഇരു സഭകളിൽ നിന്നുമുള്ള പ്രിയപ്പെട്ടവർ, ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ ബൈജു അവറുകൾ, മറ്റ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഈ നിലയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാനും വളരെ സന്തോഷിക്കുന്നു. പരിമിതികളും പ്രതിസന്ധികളുമൊക്കെയുള്ള ഈ കാലഘട്ടത്തിലാണെങ്കിലും ഇത്രയും പേർക്ക് ഒന്നിച്ചുകൂടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ, ദൈവവചനം അല്പസമയം ശ്രദ്ധിക്കുവാനൊക്കെ ദൈവം നൽകിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗ്രേസിൻ്റെ ഭവനവുമായി ചില വർഷങ്ങളായ ഒരു ആത്മീയ ബന്ധം പുലർത്തുവാൻ എനിക്കിടയായിത്തീരുന്നുണ്ട്. പ്രിയ പിതാവ് ജോയ് ബ്രദർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരുടെ സഹോദരന്മാർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും അന്വേഷിക്കുകയും അവരുടെ ആതിഥ്യം അനേക പ്രാവശ്യം ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഇവിടെയും കുന്നംകുളത്തുമൊക്കെ വരുമ്പോൾ ഏൽക്കുവാനിടയായി തീർന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഗ്രേസ് ഉണ്ട്. ഗ്രേസിൻ്റെ പപ്പായുടെ പേര് ജോയി എന്നാണ്, അങ്കിളിൻ്റെ പേരും ജോയിയാണ്. സോ ഒരു ജോയ്ഫുൾ ഫാമിലിയാണ്. ആ സന്തോഷമുള്ള കുടുംബത്തിൽ നിന്ന് ഗ്രേസിന് പ്രിയ സഹോദരൻ ജിജോയ്ക്ക് ഒരുക്കപ്പെട്ട വധുവായി ലഭ്യമാകുന്നു എന്നോർത്ത് ഞാനും സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, എനിക്കതിനകത്ത് വേറൊരു സന്തോഷം കൂടെ ഉണ്ട്. ഞാനും ഇടുക്കിക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ദേശത്തേക്ക്, മനോഹരമായ ആ ദേശത്തേക്കാണ് വരുവാൻ പോകുന്നത് എന്നൊരു പ്രത്യേകതയുമാണ്. ഞാൻ ഗ്രേസിനോട് ചോദിച്ചു, ഇടുക്കിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, സ്ഥലങ്ങളൊക്കെ കാണുന്ന ഇഷ്ടമാണോ? എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. എല്ലാ കാലത്തും സുഖവാസ കേന്ദ്രത്തിൽ വസിക്കുന്നത് പോലെ വസിക്കാൻ പറ്റുന്ന വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്കാണ് പ്രിയ മകളെ അയക്കുന്നത്. അതോർത്ത് സന്തോഷിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയുടെ വീട് പത്തനംതിട്ടയാണ്. അപ്പം അതുകൊണ്ട് ഈ പത്തനംതിട്ടയും മറ്റ് ജില്ലകളിലുമൊക്കെ ഇടുക്കിയിലേക്ക് ആദ്യമായിട്ട് യാത്ര ചെയ്ത് വരുന്നവർക്ക് ഈ വഴിയും ഈ വളവും ഒക്കെ കാണുമ്പോൾ ഒരു ചെറിയ ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. അത് ഒന്ന് രണ്ട് പ്രാവശ്യം യാത്ര ചെയ്ത് കഴിയുമ്പോൾ ആ ദൂരം കുറയും, ആ പ്രയാസം മാറും. അതുപോലെ തന്നെ ആ പ്രകൃതിയുടെ രമണീയതയും അതിൻ്റെ മനോഹാരിതയും ഒക്കെ കണ്ടു കഴിയുമ്പോൾ അവിടെ തന്നെ താമസിച്ചാലോ എന്നൊരു പക്ഷെങ്കിൽ ഗ്രേസിൻ്റെ മാതാപിതാക്കൾക്കും തോന്നിപ്പോയാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. എനിവേ, ഇന്ന് നമ്മൾ അല്പസമയം ദൈവ വചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ പോവുകയാണ്. ദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരാതെ വളരെ സംക്ഷിപ്തമായി ചില ആത്മീക വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അനേക കുടുംബ ജീവിതങ്ങൾ നയിച്ചവരെ കുറിച്ചുള്ള പ്രസ്താവനകൾ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ വിവാഹ നിശ്ചയത്തിലൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചും പ്രാർത്ഥനയിൽ കർത്താവിന് സമർപ്പിച്ചതുപോലെ വിവാഹ ജീവിതം നയിക്കുന്നവരും വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നവർക്കുമൊക്കെ ആത്മീകമായ ഒരു അനുഗ്രഹം ഈ ദൈവവചന കേൾവിയിൽ ഉണ്ടാകേണ്ടതിന് വളരെ പ്രാർത്ഥനയോടുകൂടെ വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് പ്രായോഗികമാക്കുവാൻ പറ്റുന്ന ചില പാഠങ്ങൾ നമ്മൾ കാണുവാൻ പോവുകയാണ്. ഈ വരുന്ന ശനിയാഴ്ച 12-ാം തീയതി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന പ്രിയ പൈതങ്ങൾക്കും നമുക്കും ഓരോരുത്തർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ ആവശ്യമായ ചില ആലോചനകൾ ആ വേദഭാഗത്തുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-12 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കുടുംബമാണ്. നമുക്കൊക്കെ വളരെ സുപരിചിതമായ, അതായത് ദൈവവചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, അല്ലെങ്കിൽ കുടുംബമാണ് യോഹന്നാന്റെ സുവിശേഷം 11-12 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കുടുംബം ബഥാനിയിലെ കുടുംബമാണ്. ബഥാന്യ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങളായിരുന്നു മാർത്തയും മറിയയും ലാസറും. കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ എന്ന് പറയുന്ന വ്യക്തി, ഈ വ്യക്തികളൊക്കെ അടങ്ങിയ മനോഹരമായ ഒരു കുടുംബം, മനോഹരമായ ബഥാന്യ എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലുണ്ടായിരുന്ന വളരെ ഭക്തിയുള്ള ഒരു കുടുംബം, ദൈവം സ്നേഹിച്ചതും ദൈവത്തെ സ്നേഹിച്ചതുമായ ഒരു കുടുംബം.
ആ കുടുംബം വളരെ ധന്യതയോടെയും അനുഗ്രഹത്തോടുകൂടെയും ബഥാന്യ എന്ന് പറയുന്ന ദേശത്ത് തുടരുവാൻ ഇടയായി തീർന്നു. നിങ്ങളും ഇങ്ങനെ ഒരു തീർച്ചയായും രാജകുമാരി ഒരു നല്ല മനോഹരമായ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. ആ ഒരു അന്തരീക്ഷത്തിൽ ബഥാനിയിലെ കുടുംബം പോലെ ജിജോയും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും ഗ്രേസും ഒക്കെ ഒന്നിച്ച് ഒരു ദിവസങ്ങളിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് മുമ്പോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ ബഥാനിയിലെ കുടുംബം പോലെ ആത്മീകമായ ചില മൂല്യങ്ങൾ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവർക്കിടയാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ആ കുടുംബത്തിന്റെ ചില പ്രത്യേകത വളരെ ലളിതമായി ചെറിയ കുറിപ്പുകളായി പറഞ്ഞ് എനിക്ക് അനുവദിച്ചുള്ള സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ പ്രത്യേകത 11-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ യേശു ബഥാന്യ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ കുടുംബം യേശുവിനെ കൈക്കൊണ്ടു, തങ്ങളുടെ വീട്ടിലേക്ക് കൈക്കൊണ്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ഞാൻ അതുകൊണ്ട് ഒന്നാമത്തെ ആശയം ഇങ്ങനെ പറയാം. ബഥാനിയിലെ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഈ കുടുംബം ദൈവത്തെ ആദരിക്കുന്നതായ ഒരു കുടുംബമായിരുന്നു. ദൈവത്തെ ആദരിക്കുന്നതായ ഒരു കുടുംബം. അതുകൊണ്ടാണ് ആ ഗ്രാമത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും കടന്നു വന്നപ്പോൾ അവരെ അവരുടെ വീട്ടിലേക്ക് കൈക്കൊള്ളുവാൻ ഇടയായത്. മാത്രമല്ല, യേശു വരുന്നു എന്ന് മാർത്ത കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റ് അവനെ എതിരേൽപ്പാൻ ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 11-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ മറിയയും യേശു വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് ചെന്ന് യേശുവിനെ സ്വീകരിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനോടുള്ള ആദരവാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ദൈവത്തെ ആദരിക്കുന്നതായ ഒരു കുടുംബമായിരുന്നു ബഥാനിയിലെ കുടുംബം. ഇവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഇവർ സ്വീകരിച്ചതാണ്. എന്നാൽ നിങ്ങൾ പ്രവേശിക്കുവാൻ പോകുന്ന കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുടുംബത്തിന്റെ നാഥനായി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ആവശ്യമുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. അപ്പോൾ ഒരു ജീവിതം ഏറ്റവും ധന്യകരമായി തീരുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോഴാണ്. ഇന്ന് പകലിൽ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ യഥാർത്ഥമായ പ്രശ്നമാകുന്ന പാപത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ഈ യേശുക്രിസ്തുവിനെ നമ്മൾ ആദരിക്കുന്ന ഒരു കുടുംബമായി തീരുമ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബമായി തീരുവാനിടയാകും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനവും ആദരവും നൽകുവാൻ ദൈവമിടയാകട്ടെ. പ്രിയ ജിജോയെ കുറിച്ച് ഇന്ന് രാവിലെയും കേട്ട ഒരു സാക്ഷ്യം എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അദ്ദേഹം സൗദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആത്മീക ശുശ്രൂഷകളിൽ വളരെ സജീവമായി നിൽക്കുകയും ആത്മീക പ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്ന അങ്ങനെയുള്ള സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടുവരുവാനൊക്കെ താല്പര്യം കാണിച്ച ഒരു യുവാവായിരുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ജോലിയുള്ള ബന്ധത്തിലാകട്ടെ, മറ്റേതൊരു കാര്യത്തിലുമാകട്ടെ, ദൈവത്തെ നിങ്ങൾ ആദരിക്കുവാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായും ദൈവം നിങ്ങളെയും ആദരിക്കുവാനിടയാകും. ദൈവമക്കളെ, നമ്മുടെയും കുടുംബങ്ങളിൽ ദൈവത്തെ ആദരിക്കുന്ന കുടുംബങ്ങളായി തീരുവാൻ ഇടയാകട്ടെ. രണ്ടാമത്തെ പ്രത്യേകത, ഒന്ന്, ഈ കുടുംബം ദൈവത്തെ ആദരിക്കുന്ന കുടുംബമായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ യേശു ഈ ഭവനത്തിൽ വന്നപ്പോൾ നമ്മൾ വായിക്കുന്നത്, മറിയ യേശുവിന്റെ പാദപീഠത്തിങ്കൽ കാൽക്കൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം കേട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നീട് 11-ാം അധ്യായം 41-42 വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണ്. ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ലാസർ മരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് യേശുക്രിസ്തു ബഥാനിയിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ശകലം വൈകി വന്നു, ലാസറിനെ അടക്കം ചെയ്തു, നാള് 4ആയി മാറ്റം വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ സഹോദരിമാരും ഒക്കെ ചേർന്ന് ലാസറിന്റെ കല്ലറയ്ക്കൽ എത്തി. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ഈ കല്ല് ഉരുട്ടി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ,
നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കല്ലറ ഒന്ന് തുറക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായ കേസാണ്. നമുക്കറിയാം, ഈ കാലങ്ങളിൽ ചില ക്രൈമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം നടത്തുവാനൊക്കെയായി അന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങനെ ചെയ്യാറുണ്ട്. അത് ആ വീട്ടുകാർക്ക് വളരെ വേദനയുള്ളൊരു വിഷയമാണ്. അതായത് ഒരാൾ മരിച്ചു, അടക്കം ചെയ്തു, 3-4 ദിവസങ്ങൾ കഴിഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും ആ ശവക്കുഴി മാന്തി എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഒപ്പം തന്നെ മാർത്തയും മറിയയും ഒക്കെ കല്ലറയ്ക്കൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ കല്ല് മാറ്റുക. സ്വാഭാവികമായി നമ്മളുടെ വേണ്ടപ്പെട്ടവരായിരുന്നുവെങ്കിൽ നമ്മൾ പറയുമായിരുന്നു, കർത്താവേ, മൃതദേഹത്തോടെങ്കിലും ഈ അനാദരവ് കാണിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ തടുക്കുമായിരുന്നു. എന്നാൽ ഈ മാർത്തയും മറിയയും ഇങ്ങനൊക്കെ പറഞ്ഞുവെങ്കിലും ആ കർത്താവിന്റെ വാക്ക് പറഞ്ഞ് കേട്ട് അവർ കല്ലുരുട്ടി മാറ്റിയപ്പോൾ അവരതിന് തടസ്സം പറയുവാൻ ഇടയായി തീർന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞുവല്ലോ, കല്ലുരുട്ടി മാറ്റുവാൻ ഞാൻ നിന്നോട് പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത, ഈ കുടുംബം ദൈവവചനം അനുസരിക്കുന്നതായൊരു കുടുംബമായി. കർത്താവ് എന്തു പറഞ്ഞാലും അതനുസരിക്കുന്നതായൊരു കുടുംബം. ഒന്ന്, ദൈവത്തെ ആദരിച്ച കുടുംബം. 2, ദൈവത്തെ അനുസരിക്കുന്ന ഈ കുടുംബം. ദൈവത്തെ അനുസരിച്ചത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്, മറിയ യേശുവിന്റെ പാദത്തിങ്കിലിരുന്ന് ദൈവവചനം കേൾക്കുവാനിടയായി. ദൈവവചനം കേൾക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ ഇന്ന് വിവാഹ നിശ്ചയത്തിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുമ്പോൾ ദൈവവചനം അനുസരിക്കുന്നതായ ഒരു കുടുംബമായി നിങ്ങൾ തീരുമ്പോൾ തീർച്ചയായും ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ഇന്ന് കുടുംബജീവിതങ്ങൾ പലതും കൊട്ടിഘോഷിച്ച് ആരംഭിച്ചിട്ട് പല പ്രതിസന്ധികളുടെയും അവസാനിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവം തന്നിട്ടുള്ള ഈ പ്രമാണത്തെ അവഹേളിച്ച് മുമ്പോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഈ ന്യായപ്രമാണത്തെ നിങ്ങൾ മുറുകെ പിടിക്കുവാൻ ഇടയാകട്ടെ. തീർച്ചയായിട്ടും എനിക്കറിയാം, ഗ്രേസിന്റെയും ജിജോയുടെയും ഒക്കെ ഭവനം ദൈവവചനത്തെ സ്നേഹിക്കുന്നവരാണ്. മാത്രവുമല്ല, ഗ്രേസിന്റെ ആങ്ങള ജെഫിൻ ദൈവവചനം ചില വർഷങ്ങൾ പഠിച്ചയാളാണ്. 3 വർഷം ക്രമീകൃതമായി ദൈവവചനം പഠിച്ചയാളാണ്. അദ്ദേഹത്തെ ദൈവവചനം പഠിപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭ്യമായതാണ്. അതുകൊണ്ട് തീർച്ചയായും ദൈവവചനത്തെ ഒക്കെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം, ഗ്രേസിന്റെ കുടുംബം. ജിജോയെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു കുടുംബം ആണ്. അതുകൊണ്ട് വരുന്ന നാളുകളിൽ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്, അനുസരിക്കുന്നതായ കുടുംബം. മൂന്നാമത്തെ പ്രത്യേകത 11-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ എന്ന് നമ്മൾ വായിക്കുന്നു. ഈ മരണവേദന, അതായത് തന്റെ സഹോദരന്റെ വേർപാടിന്റെ വേദനയുമായി കഴിയുന്ന ആ വീട്ടിൽ ആശ്വസിപ്പിക്കുന്ന ആൾക്കാരൊക്കെ വന്നിരിക്കുകയാണ്. അതിനുശേഷം കല്ലറയ്ക്കൽ എത്തിയതിനു ശേഷം നമ്മൾ വായിക്കുന്നത്, യേശു യഹൂദന്മാർ കരയുന്നത് കണ്ട്, അവരുടെ സങ്കടം കണ്ട്, ഈ സഹോദരിമാരുടെ സങ്കടം കണ്ട് നമ്മൾ വായിക്കുന്നത്, യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി യേശു കണ്ണുനീർ വാർത്തു. അപ്പോൾ ഈ കുടുംബത്തിലുണ്ടായ വലിയൊരു പ്രതിസന്ധി, അനേക നാളുകളായി ആത്മീകമായ ഒരു ബന്ധം പുലർത്തിയിരുന്ന ഈ കുടുംബത്തിലുണ്ടായ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെ വേദന യേശു കർത്താവിന്റെ വേദനയായി മാറി. എന്നിട്ട് യേശു കർത്താവ് അവിടെ കണ്ണുനീർ വാർക്കുകയും ഒപ്പം അതിന് പരിഹാരം നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ പശ്ചാത്തലം മുഴുവനായി ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ പറയാം, ഈ കുടുംബം ആശ്വസിപ്പിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ആദരിക്കപ്പെട്ട, ദൈവത്തെ ആദരിക്കുന്ന കുടുംബം, ദൈവവചനം അനുസരിക്കുന്ന കുടുംബം. അങ്ങനെ അനുസരിച്ച് പോയപ്പോൾ അവരുടെ പ്രതിസന്ധിയിൽ അവരാശ്വസിപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. നിങ്ങൾ ദൈവത്തെ ആദരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് പോകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകും. പ്രിയ ഗ്രേസിന്റെ പിതാവിടെ സാക്ഷ്യം പറഞ്ഞു ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്കൊന്നിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. മക്കളെ വിളിച്ചിരുത്തി പ്രതിസന്ധിയുടെ സമയങ്ങളിൽ ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. പ്രിയ പിതാവിനോട് ചോദിച്ചാൽ, ജോയി ബ്രദറിനോട് ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ്. അതുകൊണ്ടാണ് സന്തോഷത്തോടുകൂടെ പ്രിയ മകളുടെ വിവാഹ നിശ്ചയത്തിൽ കുടുംബമായി ഇങ്ങനെ വന്നിരിക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം ഇന്നും പറയുവാൻ ഒരു സാക്ഷ്യമുണ്ട്, നമ്മുടെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ്. കണ്ണുനീർ കണ്ട് കടന്നു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. കരുണാവാരിധിയായ കർത്താവ്, നമ്മളെ സ്നേഹിക്കുന്നവനായ കർത്താവ്, നമ്മളെ കരുതുന്നവനായ ഒരു കർത്താവ്. പ്രിയപ്പെട്ടവരെ,
നിങ്ങളുടെ ഈ കുടുംബജീവിതം, ഈ പ്രതിസന്ധി ഒരു കാലഘട്ടം, കോവിഡ് എന്ന് പറയുന്നൊരു വല്ലാത്തൊരു കാലഘട്ടം. അതുകൊണ്ട് ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും ദൈവകൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ. അതിന്റെ അർത്ഥം ജീവിതത്തിൽ യാതൊരു പ്രതിസന്ധികളും ഉണ്ടാകില്ല എന്നുള്ളതല്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം, പ്രയാസങ്ങൾ വരാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ആശ്വാസദായകനാകും. അതുകൊണ്ട് ആശ്വാസദായകനായ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കപ്പെട്ടവരായി മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മാത്രവുമല്ല, ഈ കുടുംബത്തിന് മറ്റൊരു പ്രത്യേകത 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ അവന് ഒരു അത്താഴം ഒരുക്കി. 4-ാമത്തെ പ്രത്യേകത, ഈ കുടുംബം അതിഥി സൽക്കാരം ആചരിക്കുന്ന ഒരു കുടുംബം. കർത്താവിന് മാത്രമല്ല, കർത്താവിനോടുകൂടെ വന്ന ശിഷ്യന്മാർ കർത്താവ് ബഥാനിയിൽ വന്നപ്പോൾ അവനെ വീട്ടിലേക്ക് സ്വീകരിച്ചു. അവന് വേണ്ടി ഒരു അത്താഴം ഒരുക്കുവാനിടയായി. ദൈവത്തെ ആദരിക്കുന്നതിന് മറ്റൊരു ഭാഗമാണ് അതിഥി സൽക്കാരം ആചരിക്കുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടെ കുടുംബം. അങ്ങനെ നിങ്ങൾക്ക് ദൈവം കുടുംബജീവിതം നൽകുമ്പോൾ അങ്ങനെ അതിഥി സൽക്കാരം ആചരിക്കുന്നതായ ഒരു കുടുംബമായി തീരട്ടെ. ഗ്രേസിനെ കുറിച്ച് അങ്ങനെ തന്നെ പറയുവാൻ, അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം, ഉറപ്പും. കാരണം ഗ്രേസിന്റെ മാതാവും ഗ്രേസിന്റെ സഹോദര വീടുകളിലൊക്കെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അനേക പ്രാവശ്യം പോയി പാർത്തൊരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്കറിയാം ദൈവദാസന്മാരെ, ദൈവമക്കളെ ഒക്കെ സ്നേഹിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം. അത് കണ്ടും കേട്ടും അനുഭവിച്ചുമൊക്കെ വളർന്ന് ഗ്രേസും ജിജോയും തമ്മിൽ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിനും ആ നന്മയുണ്ടാകും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ കുടുംബത്തെ ദൈവം ആദരിക്കുവാൻ ഇടയായിത്തീരും. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കുടുംബത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ കുടുംബം അതിനുശേഷം നമ്മൾ വായിക്കുന്നത് 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാൽക്കൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി എന്ന് നമ്മൾ വായിക്കുന്നു. ഇത് ആരാധനയുടെ ഒരു ഭാഗമാണ്. ഞാനിങ്ങനെ പറയാം, ഈ കുടുംബം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമായി, ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു കുടുംബം. തീർച്ചയായും നിങ്ങൾക്ക് ദൈവം കുടുംബജീവിതം നൽകുമ്പോൾ, നന്മകൾ നൽകുമ്പോൾ, ആത്മീയതയും അതുപോലെ തന്നെ ആരാധനയും അവഗണിക്കാതെ മുമ്പോട്ട് പോകുവാനിടയാകട്ടെ. പ്രിയ ജിജോയെ കുറിച്ച് കേട്ട സാക്ഷ്യം വീണ്ടും അനേകരിൽ നിന്ന് കേൾക്കുവാനിടയാകട്ടെ. അദ്ദേഹം ഡ്രൈവ് ചെയ്തു പോയി സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് ആരാധനാലയത്തിലേക്ക് വരുന്ന നല്ല സാക്ഷ്യം ഞാൻ കേട്ടു. അതേ സാക്ഷ്യം നിലനിർത്തുവാനും തുടരുവാനും ആത്മീകമായി വളരെ വളരുവാനും നിങ്ങൾക്കിടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. അങ്ങനെയുള്ള ഈ കുടുംബത്തിന്റെ ഈ പ്രതിസന്ധി കാലങ്ങളിൽ ദൈവം അവരെ സഹായിച്ചില്ലെങ്കിലും അനുഗ്രഹിച്ചില്ലെങ്കിലുമേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഈ നാളുകളിൽ പ്രതിസന്ധി കാരണം വീടുകളിലും ചുരുങ്ങുന്ന ചില കൂട്ടങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ആരാധിക്കുവാൻ സാധിക്കുന്നത്. ചില ദൈവമക്കൾ ഇത് തന്നെ കേതയ്ക്കാൽ ഇങ്ങനെ അങ്ങ് തുടർന്നിരുന്നുവെങ്കിൽ ആരാധനയ്ക്ക് പോകണ്ട, സ്തോത്രകാഴ്ച ഇടണ്ട, ഞായറാഴ്ച പണിക്കൊക്കെ പോകാമെന്ന് ചിന്തിക്കുന്ന ചുരുക്കം ചിലർ, ഇവിടെ ഉള്ളവരല്ല, ചുരുക്കം ചിലർ അവിടെവിടങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ്. എന്നാൽ ഒരു ദിവസം ദൈവത്തെ ആരാധിക്കാതിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യനെ സംബന്ധിച്ചുള്ള എത്ര വേദനാജനകമാണ് നമുക്കതറിയാം. ആരാധനയെ അവഗണിക്കാതെ മുമ്പോട്ട് പോകുവാൻ ഇടയാകട്ടെ. അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണല്ലോ അല്ലേ? തീർച്ചയായും നിങ്ങളുടെ മുഖത്തൊക്കെ വിളിച്ചറിയിക്കുന്നുണ്ട് വളരെ സന്തോഷത്തിലാണ്. ഈ വിവാഹ നിശ്ചയം ഇങ്ങനെ പോകുന്ന കുടുംബം, അതായത് ദൈവത്തെ ആദരിച്ചും അനുസരിച്ചും അതുപോലെ തന്നെ അതിഥി സൽക്കാരം ആചരിച്ചും ആരാധിച്ചും ഒക്കെ പോകുന്ന ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ ദൈവത്തെ ആദരിച്ച് മുമ്പോട്ട് പോകുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ചേർക്കുവാൻ ആത്മമണവാളനായ ക്രിസ്തു വരുവാൻ പോവുകയാണ്. ഈ വിവാഹ നിശ്ചയം വരുവാനുള്ള ഒരു വിവാഹത്തിന്റെ ഒരു നാന്ദിയാണ്, അല്ലെങ്കിൽ ഒരു ചിത്രമാണ്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കും? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരുവാൻ പോവുകയാണ്. ഇനിയും ഏതാണ്ട് 5 ദിവസമുള്ളൂ. നിങ്ങളുടെ ഈ 5 ദിവസത്തിന് 5 വർഷത്തെ ദൈർഘ്യം പോലൊക്കെ തോന്നും. ഞാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏതാണ്ട് 1 മാസം കഴിഞ്ഞാണ് എൻ്റെ വിവാഹം നടന്നത്. ആ കാലഘട്ടത്തിൽ 1 മാസം ഏതാണ്ട് 10-12 വർഷം പോലെയൊക്കെ എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒത്തിരി കാലമൊന്നുമുള്ളൂ. 5 ദിവസങ്ങൾ 5 വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. ഇതുപോലെ തന്നെ ദൈവ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ദൈവസഭ എന്ത് ചെയ്യുക? കാത്തിരിക്കുക. മണവാളനായ ക്രിസ്തു മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുവാൻ പോവുകയാണ്. മധ്യാകാശത്തിൽ കാഹളനാദം മുഴങ്ങുമ്പോൾ ദൈവസഭ എടുക്കപ്പെടുവാനിടയാകും. വിവാഹ നിശ്ചയം ചെയ്തവരാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത്. 12-ാം തീയതി നമ്മളൊക്കെ നല്ല ഡ്രസ്സൊക്കെ കഴിഞ്ഞ്, ഇതിനെക്കാട്ടിലും ഡ്രസ്സൊക്കെ കഴിഞ്ഞ് ചുരുക്കം പേരാണെങ്കിൽ അവിടെ ചെല്ലും. പക്ഷെങ്കിൽ പ്രിയ ജിജോയുടെ
വലതുഭാഗത്തിരിക്കുവാൻ ഗ്രേസിന് മാത്രമേ അവകാശമുള്ളൂ. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് വിവാഹം നിശ്ചയം കഴിഞ്ഞ വ്യക്തിയുമായിട്ടാണ് വിവാഹം നടക്കേണ്ടത്. ഇങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എല്ലാവരും പറയും ഞങ്ങൾ ഒരുങ്ങിയൊക്കെയാണ് വന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിനോടൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതൊക്കെ ചിന്തിച്ചു പോകുന്നവരുണ്ട്. എന്നാൽ യേശുക്രിസ്തുവുമായി ഒരു വിവാഹ ഉടമ്പടി നടത്താത്ത ആരെങ്കിലും ഇന്ന് പകലിൽ ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്നുവെങ്കിൽ പറയട്ടെ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാലഘട്ടത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അക്രൈസ്തവരായ ആൾക്കാർ പോലും എന്നെ വിളിച്ചും കണ്ടപ്പോഴും ഒക്കെ അനേകർ സംസാരിച്ചു പറഞ്ഞു, ദേവദാസ നിങ്ങൾ പറയുന്നത് പോലൊക്കെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്, വ്യാധികള്, പ്രയാസങ്ങള്, പ്രതികൂലങ്ങള് ബൈബിളിൽ പറഞ്ഞതുപോലെയാണല്ലോ കാര്യങ്ങളൊക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ കർത്താവ് വരുമോ? അപ്പോൾ അക്രൈസ്തവരായ ആൾക്കാർക്ക് പോലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള ബോധ്യമുള്ള ഈ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ പറയട്ടെ, യേശു കർത്താവ് വരുവാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരായ അങ്ങനെയുള്ള ദൈവജനത്തെ ചേർക്കുവാൻ താമസമില്ല. യേശു കർത്താവ് ആത്മമണവാളനായ ക്രിസ്തു മണവാട്ടിയായ സഭയെ ചേർക്കുവാൻ വരികയാണ്. എങ്ങനെയാണ് മണവാട്ടിയാകുന്നത്, സഭയുടെ അംഗമായി തീരുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. രക്ഷിക്കപ്പെടുന്നവരെ അവൻ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകലിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. അവരുടെ മേൽ വരേണ്ടിയിരുന്നത് പാപത്തിന്റെ ശമ്പളമായ മരണവും നരകവുമായിരുന്നു. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് അത് നമുക്ക് നൽകാതെ നമ്മുടെ മരണവും നരകവും മാറ്റുവാനായി അവിടുന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ സാക്ഷാൽ ഏക സത്യ ദൈവമാണ്. അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ലാസറിനെ ഉയർപ്പിച്ചവൻ. യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. ആ കല്ലറ നമ്മളോട് പറയുന്ന വസ്തുതയുണ്ട്, അവൻ വീണ്ടും വരും. ഞങ്ങൾ പറയുന്നത് പോലെ, ദൈവവചനം ആധികാരികമായി പറയുന്നത് പോലെ കർത്താവ് വരുവാൻ പോവുകയാണ്. കർത്താവ് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കൈവിടപ്പെടുന്നവർക്ക് രക്ഷയില്ല. നിത്യനായ വിധിയിലേക്ക്, നരകത്തിലേക്ക് പോകുവാൻ പോവുകയാണ്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തിയെങ്കിലും ഇന്നു പകലിൽ ഈ ക്രിസ്തുവുമായി ഒരു വിവാഹ നിശ്ചയത്തിലേക്ക്, ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് വന്ന് അംഗീകരിക്കണം. ഇത്രമാത്രം ചെയ്താൽ കർത്താവേ, ഞാൻ നഷ്ടപ്പെട്ടു പോയൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് ദൈവമായിരുന്നു അവിടുന്ന് ഈ ലോകത്തിൽ വന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത്. എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് മരിച്ചു, ഉയർത്തുന്നതിൽ ജീവിക്കുന്നു. എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയ കർത്താവിനോട് പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ദൈവത്തിന് മക്കളായി തീരും. കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ മണവാളനായി മണവാട്ടി സഭയെ ചേർക്കുവാൻ വരുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ അംഗങ്ങളായി തീരുവാൻ ഇടയാകും. അങ്ങനെ നിങ്ങൾക്കെല്ലാം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ഈ വചനം നിങ്ങൾ പടുത്തുയർക്കുവാൻ പോകുന്ന കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു പോകുമ്പോൾ ഈ 5 ആശയങ്ങളും മറക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ പ്രമാണങ്ങൾ അടിസ്ഥാനമായി നിങ്ങൾ വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമായും ധന്യകരമായി തീരുവാനിടയാകും. 1, ദൈവത്തെ ആദരിക്കുന്ന കുടുംബം. എല്ലാ നിലയിലും ദൈവത്തെ ആദരിക്കുവാൻ ദൈവമിടയാകട്ടെ. 2ാമതായിട്ട് ദൈവത്തെ അനുസരിക്കുന്ന കുടുംബം. എന്നനുസരിക്കണം? ദൈവവചനം കേട്ട് അതനുസരിക്കുന്നതായ ഒരു കുടുംബമായി തീരണം. ദൈവവചനം കേട്ട് അതിനനുസരിക്കുമ്പോൾ ദൈവം നിങ്ങളെ ആദരിക്കുവാനും അനുഗ്രഹിക്കുവാനും ഇടയായി തീരും. 3ാമതായിട്ട് ഈ കുടുംബം അനുസരിക്കുന്ന കുടുംബം മാത്രമായിരുന്നില്ല, അവർ അതിഥി സൽക്കാരം ആചരിക്കുന്ന കുടുംബമായിരുന്നു. മാത്രമല്ല, ഈ കുടുംബം ദൈവത്തെ ആരാധിക്കുന്ന ഈ കുടുംബം. ഇങ്ങനെ ധന്യകരമായ ഒരു കുടുംബജീവിതം നയിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുവാൻ, സഭയുടെ ഒരു ചിത്രമായി തന്നെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രശോഭിപ്പാൻ സ്വർഗത്തിലെയും ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യകരമായ ഒരു കുടുംബജീവൻ നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം, സർവകൃപാലുവായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ അവസരം നൽകിയ പ്രിയ ദേശീയ കുടുംബാംഗങ്ങളോടും ഇവിടെയുള്ള കാലയിലുള്ള ദൈവസഭയോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അവിടുത്തെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഈ ഫംഗ്ഷൻ നടത്തുവാൻ നോക്കണം ദൈവം സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ലീഡ് ചെയ്ത ബൈക്ക് സഹോദരനും അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ സാർ ബിജു സാറിനും ഈ ഫംഗ്ഷൻ ഞങ്ങൾ വിളിച്ചപ്പോൾ വരാമെന്ന് വളരെ സന്തോഷമായിട്ട് പറയുവാൻ നോക്കണം ബിജു സാർ ഇടയായി തീർന്നു. ബിജു സാറിനും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇടുക്കിയിൽ നിന്നും കടന്നു വന്ന പ്രിയ സഹോദരനും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവരെക്കാളും വലിയ വ്യക്തികൾ, അതായത് വലിയ വിശിഷ്ട അതിഥികൾ നമുക്ക് മുന്നിലിരിക്കുന്നുണ്ട്. ജിജോയ്ക്കും ഗ്രേസിനും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കാരസഭയിലെ എല്ലാ മുപ്പന്മാർക്കും അതുപോലെ തന്നെ കാരസഭയിലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കാരസഭയിലെ എല്ലാ വ്യക്തികൾക്കും ഞങ്ങളുടെ സഹോദരന്മാർക്കും എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്നും കാലത്തെ പുറപ്പെട്ടതാണ് പറഞ്ഞത്. ഒരു 5-5:30 മണിക്ക് പുറപ്പെട്ടു. അവിടെ നിന്നും പുറപ്പെട്ട് ഇവിടെ കൃത്യസമയത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും, ഇടുക്കിയിലെ പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം ചെയ്ത ടീമിനും ഓഡിറ്റോറിയം തന്ന ഇവിടുത്തെ ടീമിനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോഗ്രാഫർമാർക്കും എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഫംഗ്ഷൻ വളരെ അനുഗ്രഹപൂർണ്ണമായിട്ട് നടക്കുവാൻ നോക്കണം. വിലയനായ ദൈവം നമ്മളെ സഹായിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരു കാര്യം വിട്ടുപോയി. പ്രത്യേകിച്ച് അങ്കമാലിയിൽ നിന്നും ജോർജ് മഴത്തിലെങ്കിലും അതുപോലെ തന്നെ ടീമും വന്നിട്ടുണ്ട്. അവർക്കും മനോഹരമായ പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിത്തന്നു. അവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരെയും ചില ആളുകൾ വിട്ടിട്ടുണ്ടാകാം. എല്ലാവരെയും വിട്ടെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് വാസ്തവമായിട്ട് അങ്ങയെ രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരവസരം തരുന്നു എന്നുള്ളത് ഓർത്ത് നന്ദി പറയുന്നു. പ്രിയ ഗ്രേസിനായിട്ട് സ്തോത്രം, ജിജോയ്ക്കായിട്ട് നന്ദി. നല്ല ആത്മീയ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അവരെ വളർത്തുവാൻ അവരെ മാതാപിതാക്കളെ സഹായിച്ചു. ശരിയായ സമയത്ത് അവർക്ക് രക്ഷിതാവിനെ കണ്ടെത്തുവാനും അങ്ങയുടെ കൽപ്പനകളെ അനുസരിക്കുവാനും ഇടയായി തീർന്നു എന്നുള്ളത് ഓർത്ത് സ്തോത്രം. കർത്താവെ, അവരുടെ വിവാഹ സമയത്ത് അവർക്കായിട്ട് ദൈവം തന്നെ ഒരു മാർഗം ഒരുക്കി അവരെ വിവാഹ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു മാർഗം ഒരുക്കി എന്നുള്ളത് ഓർത്ത് സ്തോത്രം. ആ രീതിയിൽ പ്രിയമക്കളുടെ വിവാഹ നിശ്ചയം ഇന്നിവിടെ നടക്കപ്പെടുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവ് വരുവാനായിട്ട് താമസിച്ചാൽ 12-ാം തീയതി ശനിയാഴ്ച രാജകുമാരിയിൽ വെച്ച് പ്രിയപ്പെട്ടവരുടെ വിശുദ്ധ വിവാഹം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തു തരണമേ. ഇന്നിയോളം നടത്തിയ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ ജോയി സഹോദരനും ജോലി സൗകര്യക്കും ജെഫിനും ആ കുടുംബത്തിനുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ ജിജോൻ്റെ കുടുംബത്തിനുമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ കുടുംബങ്ങൾ ഒന്നായി ചേരുന്നതോടൊപ്പം തന്നെ സഭയും ഒന്നായി ചേരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നയോളം ഈ നിമിഷം വരെയും കർത്താവെ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കുമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം അങ്ങ് നൽകി തന്നു എന്നുള്ളത് ഓർത്ത് സ്തോത്രം. പ്രിയദാസന് ആത്മനിറവിൽ അങ്ങ് അയച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഗാനം ആലപിക്കുവാനും പ്രിയ സഹോദരനെ അങ്ങ് സഹായിച്ചു എന്നുള്ളത് ഓർത്ത് സ്തോത്രം. സർവോപരി അങ്ങയുടെ നാമം മഹത്വമെടുക്കുവാനിടയായി ഓരോ ശുശ്രൂഷകൾ കർത്താവെ, ചെറിയ ശുശ്രൂഷകളെല്ലാം വലുതാണ്. അങ്ങയുടെ മുൻപാകെ അത് കൃപയാൽ ചെയ്യുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വല്ലാത്തൊരു കാലാവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. എന്നാലും കർത്താവെ, ഞങ്ങളെ ദുഷ്ടം തൊടാതെ വണ്ണം ഞങ്ങളെ പരിപാലിച്ചു എന്നുള്ളത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തുടർന്നും കർത്താവെ, ഒരു പ്രയാസവും ഉണ്ടാക്കുവാനിടയാകാതെ കർത്താവ് തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമഹത്വം എടുക്കണമേ. അതുപോലെ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന വിരുന്നിനായിട്ട് നന്ദി. കർത്താവ് അതിന് മുഖാന്തരങ്ങളെ ഓർത്ത് അനുഗ്രഹിക്കണമേ. അത് ഭക്ഷിച്ച് അങ്ങയുടെ നാമകത്തിനായി ജീവിക്കാനും സഹായിക്കണമേ. ദൈവകരങ്ങളിലേക്ക് സർവ്വം പരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂട്ടായ്മയും നമ്മോടുകൂടെ വിശേഷാൽ ജിജോയുടെയും ഗ്രേസിൻ്റെയും കൂടെയും ഇന്നു മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.
വരെയും ശ്വാസം നിലയ്ക്കും വരെയും ഉച്ചത്തിൽ ഞാൻ പാടുമേ. ഉയർത്തുന്ന യേശുവേ, ഉന്നത ദേവനേ, ഉയർത്തുന്ന യേശുവേ, ഉന്നത ദേവനേ, ഉലകെങ്ങും നിന്നെ പാടുമേ. ഉത്തമ നിന്റെ നാമത്തെ, ഉത്തമ നിന്റെ നാമത്തെ. എന്റെ സംഗീതമേശുദാ, എന്റെ സംഗീതമേശുദാ, എന്റെ സംഗീതമേശുദാ, എന്റെ സംഗീതമേശുദാ. എന്റെ ജീവിതത്തിൻ താളവും എൻ വാഴ്വതിന്റെ ഈണവും എല്ലാം എല്ലാം യേശുദാ. ഉയർത്തുന്ന യേശുവേ, ഉന്നത ദേവനേ, ഉയർത്തുന്ന യേശുവേ, ഉന്നത ദേവനേ, ഉലകെങ്ങും നിന്നെ പാടുമേ. ഉത്തമ നിന്റെ നാമത്തെ, ഉത്തമ നിന്റെ നാമത്തെ. സന്തോഷം ഹൃത്തിൽ വന്നാൽ ഗാനമുയരും, സംഗീതം നാവിൽ വന്നാൽ ആർത്തുപാടും. സന്തോഷം ഹൃത്തിൽ വന്നാൽ ഗാനമുയരും, സംഗീതം നാവിൽ വന്നാൽ ആർത്തുപാടും. ശോകം നിറയും ഭൂവതിൽ ശോഭനഗീതം പാടും ഞാൻ. ശോകം നിറയും ഭൂവത്തിൽ ശോഭനഗീതം പാടും ഞാൻ. പാപഭാരം മാറ്റി യേശു മോദമെന്റെ ഉള്ളിൽ നിറച്ചു. പാപഭാരം മാറ്റി യേശു മോദമെന്റെ ഉള്ളിൽ നിറച്ചു. പാടുവാനായി ഒരുപാട് നന്മകൾ താൻ തന്നു. പാടുവാനായി ഒരുപാട് നന്മകൾ താൻ തന്നു. എന്റെ സംഗീതമേശുദാ, എന്റെ സംഗീതമേശുദാ, എന്റെ സംഗീതമേശുദാ, എന്റെ സംഗീതമേശുദാ. എന്റെ ജീവിതത്തിൻ താളവും എൻ വാഴ്വതിന്റെ ഈണവും എല്ലാം എല്ലാം യേശുദാ. ഉയർത്തുന്ന യേശുവേ, ഉന്നത ദേവനേ, ഉയർത്തുന്ന യേശുവേ, ഉന്നത ദേവനേ, ഉലകെങ്ങും നിന്നെ പാടുമേ. ഉത്തമ നിന്റെ നാമത്തെ, ഉത്തമ നിന്റെ നാമത്തെ. ആത്മീകമോദം വന്നാൽ ഖേദമകലും, ആശ്വാസം എന്നിൽ വന്നാൽ സ്തോത്രമുയരും. ആത്മീകമോദം വന്നാൽ ഖേദമകലും, ആശ്വാസം എന്നിൽ വന്നാൽ സ്തോത്രമുയരും. ആയുസ്സ് തീരും വരെയും ആനന്ദഗീതം പാടും ഞാൻ. ആയുസ്സ് തീരും വരെയും
യേശു പ്രത്യാശയുള്ളിൽ നിറച്ചു എന്നുമെന്നും നവഗാനം പാടിടും ഞാൻ നാഥ എന്നുമെന്നും നവഗാനം പാടിടും ഞാൻ നാഥ എന്റെ സംഗീതമേശുതാൻ എന്റെ സങ്കേതമേശുതാൻ എന്റെ സംഗീതമേശുതാൻ എന്റെ സങ്കേതമേശുതാൻ എന്റെ ജീവിതത്തിൻ താളവും എൻ വാഴ്വതിന്റെ ഈണവും എല്ലാം എല്ലാം യേശുതാൻ ഉയർത്തുന്ന യേശുവേ ഉന്നത ദേവനെ ഉയർത്തുന്ന യേശുവേ ഉന്നത ദേവനെ ഉലകെങ്ങും നിന്നെ പാടുമേ ഉത്തമ നിന്റെ നാമത്തെ ഉത്തമ നിന്റെ നാമത്തെ നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വളരെ നന്ദിയോടുകൂടെ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ ഞങ്ങളുടെ ഈ പ്രിയ ഭവനത്തിൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങളെല്ലാവർക്കും ചേർന്ന് അങ്ങയെ സ്തുതിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ നന്മകളെ ഓർക്കുവാനായിട്ട് കർത്താവെ അവിടുന്ന് ഇടയാക്കിയല്ലോ, അതിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേകാല് ഇതിനെല്ലാം കാരണമായി തീർന്നു ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അവൾക്ക് കഴിഞ്ഞ നിത്യതയിൽ തന്നെ കർത്താവെ അവിടുന്ന് ഇതിനുള്ള ആലോചന ചെയ്തിരുന്നതുകൊണ്ട് കർത്താവെ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അടികൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കർത്താവെ ഈ ആലോചന വരുവാനും കർത്താവെ ഈ സമയം വരെയും അത് സുഗമമായി മുന്നോട്ട് പോകുവാനും കർത്താവിന് പ്രസാദമായി, അതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അടികൾ ആഗ്രഹിച്ചതുപോലെ ഇന്ന് കർത്താവെ കർത്താവെ ഇവിടെ ശുശ്രൂഷകളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുവാനായിട്ട് കർത്താവിന് പ്രസാദമായി, അതിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, 12-ാം തീയതി കർത്താവെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം രാജകുമാരിയെ വെച്ച് നടക്കുമ്പോൾ കർത്താവെ ദൈവകൃപ ധാരാളം ഉണ്ടാകുവാനായിട്ട് കർത്താവ് ഇടയാക്കണം. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്, ദൈവനാമം മഹത്വമെടുക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കണം, സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിനായിട്ടും നന്ദിയോടുകൂടെ അങ്ങയെ സ്തുതിക്കുന്നു. ദീർഘനാളുകളിൽ കർത്താവെ വെളിയിലും ആയിരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. കർത്താവെ, ഈ ദിവസങ്ങളൊക്കെ ഇവിടെ ആയിരിക്കുവാൻ, ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള എല്ലാ കൃപയും കർത്താവ് നൽകി, അതിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അതുപോലെ കർത്താവെ രാജകുമാരിൽ നിന്ന് കടന്നു വന്ന പ്രിയ കുടുംബത്തെ ഞങ്ങൾ ആദ്യമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ഇത്രത്തോളം സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് വളരെ നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുന്നു. കർത്താവ്, ഇപ്പോൾ കർത്താവെ വിവിധ സ്ഥലങ്ങളിലേക്ക് അടിയങ്ങളൊക്കെ യാത്ര ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൃപ ധാരാളമായിട്ട് നൽകണം. അനർത്ഥങ്ങളുള്ള പ്രയാസങ്ങളുള്ള ഒരു വഴിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും കർത്താവ് അതിനെല്ലാം മുകളിൽ കർത്താവിൻ്റെ കൃപ ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, അവിടുത്തെ എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ് ഇപ്പോൾ അടിയങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. കർത്താവ് സഹായിക്കണമേ, ആവശ്യമായ കൃപ നൽകണമേ. ഈ ഭവനത്തോടു കൂടെയും കടന്നു പോകുന്ന അടിയങ്ങളോടുകൂടെയും അവിടുത്തെ ദൈവകൃപ വ്യാപരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. പിൻഗമിച്ചാൽ ആനന്ദം നിത്യമാകും. കാലം കാലമായി காத்து நிற்கிறேன். கண்ணின் மணியை கவலை மறந்து நீ ஓடி வந்திடு.